ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് എത്ര പേർക്ക് സ്വതന്ത്രമായിട്ട് ജാതി മത വർണ്ണ വിവേചനമില്ലാതെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയുക? ആ തലത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ കണ്ണനെ തിരിച്ചറിയുന്നത്. ഇവിടെ എല്ലാവരിലും പ്രാണനായിക്കൊള്ളുന്ന ആ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യം ഇതാണ്: സ്വതന്ത്രമായിട്ട്, അതായത് മറ്റാരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഇഷ്ടങ്ങൾക്കനുസരിച്ചോ ഒന്നുമല്ലാതെ നമ്മുടെ സ്വന്തം മനസാക്ഷിയെ മാത്രം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മറ്റെല്ലാവരോടും ഈ പറഞ്ഞ പോലെ ഒന്നും അടിസ്ഥാനമാക്കി അല്ലാതെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. അവിടെയാണ് നമുക്ക് നമ്മുടെ തിരിച്ചറിവ് ഉണ്ടാകുന്നത്. കാരണം ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തിലോ ഒരു വ്യക്തിയുടെ പണത്തിലോ അവരുടെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിലായിരിക്കരുത് നമുക്ക് ഒരാളോട് സ്നേഹം തോന്നേണ്ടതിൻ്റെ അടിസ്ഥാനം. അവരുടെ പെരുമാറ്റം, ഏറ്റവും ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവരുടെ പെരുമാറ്റം തന്നെയാണ്. പെരുമാറ്റത്തിലുള്ള ഗുണഗണങ്ങൾ, അതായത് ഒരു വ്യക്തിയുടെയൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ അവരെ നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? അവരുടെ ശാന്തത, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നത്, ഒരു പുഞ്ചിരിയോടുകൂടി എല്ലാവരെയും നോക്കുന്നത്, അതായത് മുഖത്ത് എപ്പോൾ ആരെ കാണുമ്പോഴും മറ്റു ഒരു വികാരങ്ങൾക്ക് സ്ഥാനമല്ലാതെ ഒരു ചിരി സമ്മാനിക്കുന്നത്, അതാണ് നമ്മൾ ഏറ്റവും അത് ആർട്ടിഫിഷ്യലായിരിക്കരുത്, ആത്മാർത്ഥമായി മനസ്സിൽ നിന്ന് വരുന്നത് തന്നെ ആയിരിക്കണം ആ മുഖത്ത് കാണേണ്ടത്. നമുക്കിന്നിവിടെ ആരെയും പറ്റിച്ചിട്ടോ കൊള്ളയടിച്ചിട്ടോ നേടുന്നതൊന്നും തന്നെ ശാശ്വതമല്ല. ഇത് നമ്മൾ പോകുന്നത് സാക്ഷാൽ മനസ്സമാധാനത്തിന് വേണ്ടി. സാക്ഷാൽ മനസ്സമാധാനം എന്ന് ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ ഈശ്വരനാണ്. ഈശ്വരനെ മനസ്സിലാക്കുന്നവർക്ക് ശാശ്വതമായിട്ടുള്ള സമാധാനം ഉണ്ടാകും. ആ സമാധാനം മറ്റൊന്നിലേക്കും നമുക്ക് കൊടുക്കാൻ തോന്നുകയില്ല. ഒരു വസ്തുവിലോ ഒരു സൗന്ദര്യബോധത്തിലോ ഒരു മറ്റ് കഴിവുകളിലോ ഒന്നും നമുക്കത് നമ്മുടെ ആ സമാധാനം നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലെത്തുമ്പോൾ ഭഗവാൻ നമ്മളിൽ നിറയുന്നു എന്നാണ് അർത്ഥം. ആ ഒരവസ്ഥയിലേക്ക് എത്താനാണ് നമുക്കിന്ന് ബുദ്ധിമുട്ട്. കാരണം ഇന്നത്തെ കലികാലത്ത് പല കാലത്തിന് വേണ്ടി പലതിനായിട്ട് ഓടുന്നവർക്ക് ഒരല്പസമയം ചിന്തിക്കാമെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനും നമുക്കെല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാനും കഴിയുന്നതിന് സാധിക്കും. ഒരൊറ്റ കാര്യം, സദാ നമുക്ക് നമ്മുടെ മാധവനെ പ്രാർത്ഥിക്കുക. കണ്ണനെ നിങ്ങൾ വെറുതെയെങ്കിലും ഒന്ന് കണ്ണാന്ന് വിളിച്ചിട്ട് ഇറങ്ങി നോക്കൂ. പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഇന്നടത്ത് പോകണം, കണ്ണാ എൻ്റെ കൂടെ വരണേ. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന അത്ര ആത്മാർത്ഥമായിട്ടായിരിക്കണം. ഒന്നിൻ്റെയും പേരിലായിരിക്കില്ല. കണ്ണ എന്ന് വിളിച്ചാൽ കണ്ണൻ തന്നെ ആയിരിക്കണം. കാരണം നീ ഇല്ലാതെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ, നീ ഇല്ലാതെ എനിക്ക് ഒന്നിനും മറുപടി കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്നത് നമ്മളായിരിക്കില്ല ആരെന്ത് ചോദിക്കുന്നതിന് ഉത്തരം കൊടുക്കുന്നത്, നമ്മുടെ ആത്മാവായിരിക്കും. ആത്മാവിന് സത്യങ്ങൾ പറയാൻ വലിയ ആഗ്രഹമാണ്. അത് സത്യങ്ങൾ കാണിച്ചു തരാനും നമ്മളോട് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് പിന്നിൽ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൊന്നുണ്ണി കണ്ണനെ ഗുരുവായൂരപ്പനെ സദാ സ്മരിക്കുക. അത് അവലംബിച്ചിട്ടില്ലാത്തവർ ഈ ചിങ്ങം 1 മുതൽ അല്ലെങ്കിൽ ഭഗവാന്റെ അഷ്ടമി രോഹിണി 4-ാം തീയതി വരെയാണ്. അന്ന് നിങ്ങൾ ഭഗവാനെ മനസ്സാ വരിച്ചിട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി നോക്കുക. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഉണ്ടായതിനുള്ള മാറ്റം നിങ്ങൾക്ക് ഈ വർഷത്തെ ഈ അഷ്ടമി രോഹിണിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് കണ്ണൻ, അതാണ് കണ്ണൻ്റെ ശക്തി, അതാണ് കണ്ണൻ്റെ സ്നേഹം. ഈ ലീല കാട്ടുന്ന കണ്ണൻ മധുരമായി നമ്മെ സ്നേഹിക്കുകയും ചെയ്യും. ഈ ലീലയിൽ നമ്മളിട്ട് കഷ്ടപ്പെടുത്തില്ല. കാരണം മുജ്ജന്മ കർമ്മങ്ങളാണ് നമ്മളെ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാൻ ആദ്യം നമുക്ക് അറിവ് തരും. അതാണ് ജ്ഞാനം. നമ്മൾ എന്തുകൊണ്ട് വേദനിക്കുന്നു, എന്തുകൊണ്ട് വിഷമിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആ കൃത്യമായ ജ്ഞാനം നമുക്ക് തന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഒരു മനസ്സമാധാനം കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നു, എനിക്കറിയില്ല ദൈവമേ, ഞാൻ എന്ത് ചെയ്യട്ടെ,
ഇങ്ങനെയൊക്കെയുള്ള ഒരു ആവലാതിയാണ് നമ്മുടെ മനസ്സമാധാനത്തെ നഷ്ടപ്പെടുന്നത്. എന്ത് വരും, എങ്ങനെ വരും, എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ അത് നമുക്ക് അനുഭവിക്കാം, എങ്ങനെ നമുക്കത് സാധൂകരിക്കാം എന്നൊക്കെ ഓരോരോ ചോദ്യത്തിന് ഉത്തരമായി നമുക്ക് ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും. എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാനിവിടെ വിവരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നുവരെ ഭഗവാനെ അറിയാൻ കൂടുതൽ ശ്രമിക്കാത്തവരുണ്ടെങ്കിൽ 4-ാം തീയതി മുതൽ അഷ്ടമരോഹിണിയുടെ അന്ന് മുതൽ നിങ്ങൾ ഭഗവാനെ നിങ്ങളുടെ കൂട്ടുകാരനാക്കൂ, മകനാക്കൂ, കാമുകനാക്കൂ, അച്ഛനാക്കൂ, ഏത് ഭാവത്തിലാണെങ്കിൽ പോലും സുഹൃത്താക്കൂ. ഏതൊക്കെ ഭാവത്തിലാണോ നിങ്ങൾ ഭഗവാനെ സ്വീകരിക്കുന്ന അതേ ഭാവത്തിൽ നമുക്ക് ഭഗവാൻ ഇത് തരും, അനുഗ്രഹങ്ങൾ ചൊരിയും, നമുക്ക് ബോധം തരും. ബോധം വരുത്തുവതിന് ആളായിട്ട് വന്ന് നിൽക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും പുതിയ ചിങ്ങപ്പുലരി നേരത്തെ തന്നെ ആശംസിക്കുന്നു. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി, കൃഷ്ണാഷ്ടമി നേരുന്നു. എല്ലാവർക്കും എല്ലാ രീതിയിലും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.